എങ്ങനെ എനിക്ക് എൻ്റെ നേരെ അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ കരുത്താൻ കഴിയില്ല. എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. ഈ നിമിഷം വരെ ഒരാളെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങാത്ത ആളാണ് ഞാൻ. രാഷ്ട്രീയ രംഗത്തിറക്കും ആദ്യം തീരുമാനിച്ച കാര്യം അതാണ്. അതുകൊണ്ട് എന്നെ മൂലക്കിരുത്താമെന്ന് കരുതിക്കൊണ്ട് എന്നെ ജനമധ്യത്തിൽ കരിവാരി തേച്ച് ഇല്ലാതാക്കാൻ നടത്തുന്ന ഏത് ശ്രമവും അതിജീവിക്കാനുള്ള കെൽപ്പിനിക്കുണ്ട്. എന്നെ ഇല്ലാതാക്കാൻ എന്ത് ശ്രമം നടത്തിയാലും പാർട്ടിക്കകത്തെ നടത്തുന്ന ഈ ഏർപ്പാട് അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചറിയണം, നല്ലവരായ ജനങ്ങളും തിരിച്ചറിയണം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വിളിച്ചത്. താങ്കൾ ഈ പറഞ്ഞില്ല, പക്ഷേ താങ്കൾ മനസ്സിലാണ്ട് താങ്കൾ അടക്കമുള്ള 5 ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണുള്ളത്. ഇതിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തത് DCC പ്രസിഡന്റാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ സസ്പെൻഡ് ചെയ്യാത്ത ACC മെമ്പറായിരുന്നു, അദ്ദേഹത്തിന് പറ്റില്ല. സ്വാഭാവികമായിട്ടും 4 ഡയറക്ടർ ബോർഡിലെ കോൺഗ്രസിലെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതിൻ്റെ കാരണം പറഞ്ഞുതരാം. അത് DCC പ്രസിഡന്റ് മാർട്ടിൻ ആ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിയമനത്തിൻ്റെ രീതി ഞാൻ ഇപ്പം പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ പറയും PWD എന്നെ ബന്ധപ്പെട്ടില്ല, സസ്പെൻഡ് ഇല്ല, ബന്ധപ്പെട്ടില്ല. PWD വന്നാൽ എങ്ങനെയാണ് നിയമിക്കേണ്ടത്? അയാളെ ധരിക്കുന്നത് എനിക്ക് തോന്നുന്നു സഹകരണ സംഘം നിയമനം പോലെയാണ്. അല്ല, ഇത് എയ്ഡഡ് കോളേജാണ്. PSC നോംസ് ഉണ്ട്, ഗവൺമെൻറ് നോംസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഹാൻഡിക്യാപ്പ് കുട്ടികളെ വെക്കാൻ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെ വെക്കണം, കാറ്റഗറി എങ്ങനെ വെക്കണം, ബ്ലൈൻഡ് കൊടുക്കണം ആദ്യം, ബ്ലൈൻഡ് ഇല്ലെങ്കിൽ പിന്നെ തൊട്ട് ഡെഫ് ആൻഡ് ഡംബ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. ഇത് ഇയാൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആ ബോർഡ് ഡയറക്ടർമാർ സസ്പെൻഡ് ചെയ്തത്. മനസ്സിലാക്കിക്കൊള്ളാം. അത് ഇതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് സഹകരണ സംഘത്തിൽ നിയമനം പോലെയല്ല ഇത്. അല്ല, ഞാൻ അദ്ദേഹത്തോട് കാര്യം ഞാൻ ഒരു 4 ദിവസം 3 ദിവസം മുമ്പ് രാത്രി വിളിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ നടപടി ശരിയല്ല, ഒരു സ്ഥാപനം നശിപ്പിക്കരുത്, ഞാൻ ഇത് പറഞ്ഞു. അപ്പോൾ DCC പ്രസിഡന്റ് എടുത്ത നടപടി എന്ന് പറയുന്നത് അത് അദ്ദേഹം ഇത് പഠിക്കാതെ എടുത്ത നടപടിയാണെന്ന് എൻ്റെ വിശ്വാസം. അല്ലാതെ എൻ്റെ കൂടെ ഇരുന്ന ബോർഡ് ഡയറക്ടർമാരെ സസ്പെൻഡ് ചെയ്യുക, നിങ്ങൾ ആലോചിക്കണം. ഇത് ഞാൻ നിയമന രീതി ഞാൻ പറഞ്ഞല്ലോ, നിയമനത്തിന് മാനദണ്ഡം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നിയമനം നടത്തിയതിന് അവർ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒന്ന് അപ്പോൾ ആ സസ്പെൻഷൻ തന്നെ നിലനിൽക്കുന്നതല്ല, അത് ശരിയല്ല. അതിനെക്കുറിച്ച് DC പ്രസിഡന്റ് മനസ്സിലാക്കിയാൽ ആ തെറ്റ് തിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം.